എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു ഡെലിവറി ബോയ് ആയിട്ടുള്ള സംസാരമായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഒരു സ്ത്രീയും ഡെലിവറി ബോയും തമ്മിൽ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത്. ചേച്ചി, ഇത് ഞങ്ങളുടെ കമ്പനി പുതുതായി ഇറക്കിയ ഇലക്ട്രിക് കെറ്റിലാണ്. ചേച്ചിക്ക് പറയാ ദീദി എന്നാണ്. ഹമാരി എന്നാണ് ഞങ്ങളുടെ കമ്പനി എന്നാണ്, കമ്പനി തന്നെ. ദ്വാര കമ്പനി മുഖാന്തരം ലോഞ്ച് കിയാ ഗയ. ലോഞ്ച് കിയാ വല എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇറക്കുന്ന സാധനത്തിലാണ് ലോഞ്ച് കിയാ വല എന്ന് പറയുന്നത്. ഇലക്ട്രിക് കെറ്റിലാണ്. ഇലക്ട്രിക് കെറ്റിലിന് ഇലക്ട്രിക് കേത്ലി എന്ന് പറയും കേട്ടോ. കെറ്റിലിന് പറയാ കേത്ലി. ഇലക്ട്രിക് കേത്ലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ വെള്ളം ചൂടാക്കാൻ പറ്റും. അതിന് ഗ്യാസിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലഗിലേക്ക് കുത്തിയാൽ മതി. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദീദി, ये हमारी कंपनी द्वारा ലോഞ്ച് കി ഗയി ഇലക്ട്രിക് കേത്ലി ഹെ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കമ്പനി മുഖാന്തരം പുറത്തിറക്കിയ ഇലക്ട്രിക് കെറ്റിൽ ആണ്. ദീദി എന്ന് പറഞ്ഞ ചേച്ചിയാണ്, കേത്ലി എന്ന് പറഞ്ഞ കെറ്റിലാണ്. മറ്റേതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ്. ഇതിന്റെ മാർക്കറ്റ് റേറ്റ് 900 രൂപയാണ്. ഇസ്കി ബാസാർ ദർ 900 രൂപയെ ഹെ. ഇസ്കി ഇതിന്റെ ബാസാർ റേറ്റിന് പറയുന്നതാണ് ബാസാർ ദർ. മാർക്കറ്റ് റേറ്റിന് ബാസാർ ദർ എന്ന് പറയാം. 900 രൂപയെ ഹെ. 900 എന്ന് പറഞ്ഞാൽ 900 റുപ്പീസ്. 900 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 900 രൂപ. മലയാളത്തിൽ 900, ഇംഗ്ലീഷിൽ 900, ഹിന്ദിയിൽ 900 രൂപ. ഇതിന്റെ മാർക്കറ്റ് റേറ്റ് ഇസ്കി ബാസാർ ദർ. ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ഇസ്കി ഇതിന്റെ മാർക്കറ്റ് റേറ്റ് 900 റുപ്പീസ് ആണ് അല്ലെ. റുപ്പയെ എന്ന് പറഞ്ഞാൽ റുപ്പീസ്. നമ്മളെ വിലപേശി അങ്ങോട്ട് വിലപേശാതെ ഇങ്ങോട്ട് വിലപേശി പറഞ്ഞു തരും. ഡെലിവറി ബോയ്സ് വീട്ടിൽ വരുന്നവര് ഇതിന് എത്രയാണ് മാർക്കറ്റിൽ, ഞങ്ങൾക്ക് ഇത്രയ്ക്ക് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മോഹിപ്പിക്കും. ക്രിസ്മസ് പ്രമാണിച്ച് ഈ മാസം ഇത് പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. ക്രിസ്മസ് മനാനേക്കിലി. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. മനാനേക്കിലി എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, അത് പ്രമാണിച്ച്, കേലിയെ അതിനു വേണ്ടി, ഇസ് മഹീനെ ഈ മാസം, യഹ് ഇത്, ആദി കീമത്ത് പർ ദേ രഹി ഹെ. ആദി കീമത്ത് എന്ന് പറഞ്ഞാൽ പകുതി വില. ആദി എന്ന് പറഞ്ഞാല് പകുതി. ആദി ആദാ എന്നൊക്കെ പറഞ്ഞാല് പകുതിയാണ് കേട്ടോ. കീമത്ത് എന്ന് പറഞ്ഞാൽ വില. പർ ദേ രഹി ഹെ, അത്രയ്ക്ക് പാതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസംബർ 31 വരെ ഇതിന്റെ കൂടെ 250 ഗ്രാം തേയിലപ്പൊടി ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. മീൻസ് സാത്ത് ഹി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ 31 എന്ന് പറഞ്ഞാൽ 31. 31 ഡിസംബറിന് ഡിസംബർ എന്ന് പറയും. ഡിസംബർ തക്ക് അതുവരെ. ഇസ്കേ സാത്ത് ഇതിന്റെ കൂടെ 250 ഗ്രാം. 250 എന്ന് പറഞ്ഞാൽ 250. ഓക്കെ, അതിന് 250 എന്ന് പറയാം കേട്ടോ. 250 ഗ്രാം ചായ പൗഡർ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ബി, അതും കൂടെ മുഫ്ത് ദിയാ ജാത്ത ഹെ. മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനാ പറയാ. ഫ്രീ ആയിട്ട് കിട്ടും. മുഫ്ത് ദിയാ ജാത്ത ഹെ, അതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. സാത്ത് ഹി 31 ഡിസംബർ തक इसके साथ 250 ഗ്രാം ചായ പൗഡർ ബി മുഫ്ത് ദിയാ ജാത്ത ഹെ. ഇത്ര നല്ല ഓഫർ ഒരിക്കലും കിട്ടില്ല ചേച്ചി. ഇത്തന അച്ഛാ ഓഫർ കഭി നീ മിലേഗ ദീദി. ഇത്തന എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക്, അച്ഛ നല്ല, ഇത്ര നല്ല, ഇത്തന അച്ഛ. ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കബി നഹി ഒരിക്കലും ഇല്ല. മിലേഗ ദീദി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. മിലേഗ എന്ന് പറഞ്ഞാൽ കിട്ടുക. നെയ്മ് മിലേഗ കിട്ടില്ല. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി. ഇത്ര അച്ഛ ഓഫർ കബി നേ മിലേഗ ദീദി എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ഓഫർ ഒരിക്കലും കിട്ടില്ല ചേച്ചി. അപ്പോൾ ഇതൊക്കെ സാധാരണ അവർ പയറ്റുന്ന സെന്റൻസുകളാണല്ലേ. ഏത് ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഡെലിവറി ഗേൾ അല്ലെങ്കിൽ ഡെലിവറി പർപ്പസിന് ആര് വന്നാലും എങ്ങനെയെങ്കിലും നമ്മളെ മനസ്സിലേക്ക് ഇത് കുത്തിക്കയറ്റും. ഇത് വാങ്ങിയ വലിയ ലാഭത്തിലാണ് നമ്മളിപ്പം ഇരിക്കുന്നത് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പിടിപ്പിച്ചിട്ട് പോകും എന്തെങ്കിലുമൊക്കെ. ഞങ്ങൾക്കിപ്പോൾ ഇത് ആവശ്യമില്ല. അപ്പൊ പെണ്ണ് പറയാണ്, അബ് ഹമേ ഇസ്കി സരൂരത്ത് നീഹി ഹെ. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഹമേ ഞങ്ങൾക്ക്, ഇസ്കി ഇതിന്റെ, സരൂരത്ത് നീ എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യമില്ല. സരൂരത്ത് ഹെ എന്ന് പറഞ്ഞാലോ ആവശ്യമുണ്ട്. സരൂരത്ത് നീയെ ആവശ്യമില്ല. അബ് ഹമേ ഇസ്കി സരൂരത്ത് നീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ പൊക്കോന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. അബ് ഹമേ ഇസ്കി സരൂരത്ത് നീയെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. സരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം,
അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഹമി എന്ന് പറയാൻ ഞങ്ങൾക്ക്. ചേച്ചി വാങ്ങണ്ട, ഒന്ന് നോക്കിയാൽ മാത്രം മതി. എഗെയിൻ ഇതും അവരൊരു ഡയലോഗ്, പെർമനന്റ് ഡയലോഗ് ആയിരിക്കും ഡെലിവറി ബോയ്സിന്റെ. ദീദി ഖരീദോ മത് ദേക്കോ തോ സൈ. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി, ഖരീദോ മത് ഒന്ന് വാങ്ങണ്ട, ദേക്കോ തോ സൈ ഒന്ന് നോക്ക്, ഒന്ന് നോക്കിക്കോളൂ. ദേക്കോ തോ സൈ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കോളൂ. നോക്കുന്നതിന് ഇപ്പൊ എന്താ, അതിന് പൈസ കൊടുക്കണോ, അങ്ങനെയൊക്കെ പറയില്ല അവര്. നിങ്ങൾ വാങ്ങൊന്നും വേണ്ട, ഒന്ന് നോക്കിക്കോളൂ, ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റാ, നിങ്ങൾ നോക്കിക്കോളൂ, ഇത് വാങ്ങണ്ട. ദീദി ഖരീദോ മത് ദേക്കോ തോ സൈ. ഇത്രയും പറഞ്ഞ് വാങ്ങിക്കുന്നതിലേക്ക് എങ്ങനെ കൊണ്ടുപോകാന്നുള്ള തന്ത്രങ്ങളൊക്കെ അവർക്കറിയാട്ടോ. നമുക്ക് വേണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാനുള്ള സൂത്രപ്പണികൾ അവർക്കറിയാം. ദീദി ചേച്ചി ഖരീദോ മത്, മത് ഖരീദോ, മത് ഖരീദോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങണ്ട, ദേക്കോ തോ സൈ ഒന്ന് നോക്കൂ, നോക്കുന്നതിന് ഇപ്പൊ എന്താ, നോക്കുന്നതിന് പൈസ കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറയില്ല ചിലര്. ഇതിന്റെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗമാണ് കേട്ടോ. ഇതിന്റെ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ്കി ബിജ്ലിക്ക് ഉപയോഗ് ബഹുത് കം ഹൈ. ഇസ്കി ഇതിന്റെ, ബിജ്ലിക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ഉപയോഗം ബഹുത് കം ഹൈ വളരെ കുറവാണ്. ബഹുത് കം എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. വെറും കം എന്ന് മാത്രം പറയുകയാണെങ്കിൽ കുറവാണ്, വളരെ കുറവാണെന്ന് പറയുമ്പോൾ ബഹുത് കം ഹൈ. ഇസ്കി ഇതിന്റെ, ബിജ്ലിക്ക് ഉപയോഗ പവർ കൺസപ്ഷൻ ബഹുത് കം ഹൈ. അപ്പൊ നമ്മൾ വാങ്ങിക്കാനുള്ള ഓരോ റീസൺ ആണ് അവർ നമ്മുടെ മുന്നിൽ നിരത്തി തരുന്നത്. ഓക്കെ, ഇത് കമ്പനി പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങളെ വൈദ്യുതിയുടെ ബില്ലൊന്നും ഇത് ഉപയോഗിച്ചുകൊണ്ട് കൂടില്ല. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമെന്നാണ് ഹിന്റ് ചെയ്യുന്നത് അല്ലെ. ഇസ്കി ബിജ്ലിക്ക് ഉപയോഗ ബഹുത് കം ഹൈ, ഇസ്കി ബിജ്ലിക്ക് ഉപയോഗ ബഹുത് കം ഹൈ. വെറും 450 രൂപയ്ക്ക് ഈ കെറ്റിലും 250 ഗ്രാം ചായപ്പൊടിയും സ്വന്തമാക്കാം. ഈ കെറ്റിലും, കെറ്റിലി എന്ന് പറഞ്ഞ കെറ്റിൽ, ഈ കെറ്റിലും और 250 ഗ്രാം ചായ പൗഡർ, 250 ഗ്രാം ചായപ്പൊടിയും ആപ്കോ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിർഫ് മാത്രം 450 രൂപയെ, 450 രൂപയ്ക്ക് മീൻസ് 450 എന്നാ പറയാ കേട്ടോ. 450 രൂപയെ, 450 രൂപ എന്ന് പറഞ്ഞാൽ 450 രൂപയ്ക്ക് മിൽ ജായക, കിട്ടും. കിട്ടും എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കാം. മീൻസ് 450 രൂപയ്ക്ക് കെറ്റിലും 250 ഗ്രാം ചായപ്പൊടിയും സ്വന്തമാക്കാം. കെറ്റില് और 250 ഗ്രാം ചായ പൗഡർ. ഇത് പ്രവർത്തിക്കുന്നോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ? അപ്പൊ ആ സ്ത്രീ വാങ്ങാനുള്ള ഏതാണ്ട് ഒരു മനസ്സിലേക്ക് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാൻ പറ്റുമെന്ന്. क्या आप जांच सकते हैं कि ये काम करता है या नहीं? കെറ്റിലാന്ന് വാങ്ങിയിട്ട് അവനങ്ങ് പോയതിനു ശേഷം പ്ലഗ് കുത്തിയാൽ അത് വർക്കില്ലേ, ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞാൽ ഇത് ചെക്ക് ചെയ്ത് നോക്കൂ. ക്യാ ആപ്പ് താങ്കൾ ജാഞ്ച് സക്തേ ഹേ കി ഇത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? യേ കാം കർത്താ ഹേ യാ നഹി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ചേച്ചി കുറച്ച് വെള്ളം കൊണ്ടുവന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് കാണിക്കാം. ദീദി അഗർ തോടാ പാനി ലായേ തോ मैं अब भी जांच कर आपको दिखा सकता हूँ. दीदी ചേച്ചി അഗർ തോടാ പാനി ലായേ തോ താങ്കൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നെങ്കിൽ ഞാൻ അബി ഇപ്പോൾ തന്നെ ജാഞ്ച് കർ ചെക്ക് ചെയ്തിട്ട് ആപ്കോ ദിഖാ സക്താ ഹും താങ്കളെ കാണിക്കാൻ പറ്റും. കുറച്ച് വെള്ളം കൊണ്ടുവരാണെ ഇപ്പം തന്നെ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാന്ന്. ഓക്കെ, ദീദി അഗർ തോടാ പാനി ലായേ തോ നിങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവരുവാണെങ്കിൽ മേ അബി ജാഞ്ച് കർ ഞാനിപ്പം ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാന്ന് അല്ലെ. ഇതില് സെന്റൻസുകളൊക്കെ സക്ന എന്ന് പറഞ്ഞാൽ കഴിയുക എന്ന് കേട്ടോ. മറ്റുള്ള ജാഞ്ച് കർന എന്ന് പറഞ്ഞാല് ചെക്ക് ചെയ്യുന്നതിനാ പറയുന്നത്, അന്വേഷിക്കുക, ചെക്ക് ചെയ്യുക, അതിനൊക്കെ പറയും. ഇതിനു ശേഷം ചീത്തയായാൽ അപ്പം പറയാ ഇപ്പം ചെക്ക് ചെയ്ത് കാണിച്ചു തരും. നിങ്ങളങ്ങ് പോയതിനു ശേഷം ചീത്തയായാലോ? ഇതിനു ശേഷം ചീത്തയാൽ എങ്ങനെയാ പറയാ? അഗർ ഇസ്കേ ബാദ് ഖരാബ് ഹുവാ തോ അഗർ എങ്കിൽ എന്നൊക്കെ ഉപയോഗിക്കുമാണ്. അഗർ മഗർ എന്നൊക്കെ പറയാം. അഗർ ഇസ്കേ ബാദ് ഖരാബ് ഹുവാ തോ അതിന് ശേഷം ഖരാബായെങ്കിലോ, നിങ്ങൾ പോയതിനു ശേഷം ഖരാബ് എന്ന് പറഞ്ഞാൽ ചീത്തയാവുന്ന എന്നിട്ട് പറയാ. ഖരാബ് എന്ന് പറഞ്ഞാൽ ചീത്തയാവുക. ഖരാബ് ഹുവാ തോ ചീത്തയായാൽ, നിങ്ങൾ പോയതിനു ശേഷം ഇത് ചീത്തയായാലോ എന്ത് ചെയ്യുന്ന അവള് ചോദിക്കുന്നത്. ഓക്കെ, അഗർ ആപ് ഇസ്കേ ബാദ് ഖരാബ് ഹുവാ തോ ഇതിന് ശേഷം ഇത് ചീത്തയായാലോ? പേടിക്കേണ്ട, ഞാൻ കാർഡ് തരാം. ചിന്താ മത് കരൂ മേ കാർഡ് ദേ ദൂങ്ക. ചിന്താ മത് കരൂ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട അല്ലെ ടെൻഷൻ അടിക്കണ്ട. മേ കാർഡ് ദേ ദൂങ്ക ഞാൻ കാർഡ് തരാം, എന്റെ കാർഡ് തരാം. അപ്പൊ കാർഡിൽ നമ്പർ ഉണ്ടാവും, നമ്പറിൽ വിളിക്കാനോ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുന്നുണ്ടാവും,
അതൊക്കെ അറിയാനാണ് കാർഡ് തരണം എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ട്ലെറ്റ് എല്ലാ സിറ്റികളിലും ഉണ്ട്. ഇസ്ക ഔട്ട്ലെറ്റ് സബി ഷെഹറോമേ ഹെ. ഷെഹർ എന്ന് പറഞ്ഞാൽ പട്ടണം കേട്ടോ. ഷെഹറോമേ ഹെ എല്ലാ പട്ടണത്തിലും ഉണ്ട്. സബി എന്ന് പറഞ്ഞാൽ എല്ലാ. സബി ഷെഹറോമേ ഹെ എല്ലാ പട്ടണത്തിലും ഉണ്ട്. എന്ത്? ഇസ്കെ ഇസ്ക ഔട്ട്ലെറ്റ് ഇതിന്റെ ഔട്ട്ലെറ്റ് ഇസ്ക ഔട്ട്ലെറ്റ് സബി ഷെഹറോമേ എല്ലാ പട്ടണത്തിലും ഉണ്ട്, എല്ലാ സിറ്റികളിലും ഉണ്ട്. അപ്പം പേടിക്കേണ്ടതെങ്കിലും ചീത്തയാൽ ഏത് പട്ടണത്തിൽ കൊണ്ടുപോയാലും ഇത് റിപ്പയർ ചെയ്ത് കിട്ടും എന്നാ പറയുന്നത്. അപ്പൊ എവിടെ പോകണം എന്നുള്ളതും ഒക്കെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാനാണ് അവൻ കാർഡ് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ആ ടെൻഷനും ദൂരീകരിച്ചു അല്ലേ. 1 വർഷത്തെ വാറണ്ടി കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കമ്പനിനെ 1 साल की वारंटी की പേഷ്കഷ് കിയാ ഹെ. പേഷ്കഷ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുന്നതിനാണ് കേട്ടോ പറയാ. എന്തെങ്കിലും വാഗ്ദാനം ചെയ്യൽ, ഒരു പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇത് 1 വർഷത്തിനുള്ള ചീത്തയാണ്, ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഇത് റിപ്പയർ ചെയ്ത് തരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് അതിന്റെ എൻജിൻ എക്സ്ചേഞ്ച് ചെയ്ത് തരും. അങ്ങനെ പല സാധനങ്ങളുടെ മുകളിലും കമ്പനി വെക്കുന്ന ഒരു ഓഫറിനെയാണ് വാഗ്ദാനം ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനി പറഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ്, ന്യായപരമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. കമ്പനി 1 साल की 1 വർഷത്തെ വാറണ്ടിയുടെ പേഷ്കഷ് കിയ വാഗ്ദാനം തന്നിട്ടുണ്ട്. ഓക്കെ, കമ്പനി 1 साल की वारंटी की പേഷ്കഷ് കിയാ ഹെ. കമ്പനി 1 വർഷത്തെ വാറണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമ്മ അവനെ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ. ഇപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്കൊന്നും മുറ്റത്തേക്ക് പൊലാലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണുന്നത് ക്യാ തുമ്നെ ഉസെ അബീ തക് നീ ചോടാ. നീ ഇതുവരെ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ലേ. ഇവർക്ക് ഇറിറ്റേഷൻ വരുന്ന, വീട്ടിൽ ഒരാൾ വന്നിട്ട് സാധനം വെച്ചിട്ട് നമ്മുടെ സമയം കുറേ ഇങ്ങനെ വാക്കുതർക്കത്തിൽ ഇങ്ങനെ ചെലവഴിക്കല്ലേ. അപ്പൊ ആർക്കാണെങ്കിലും ഒരു ഇറിറ്റേഷൻ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരിക. ക്യാ തുമ്നെ ഉസെ അബീ തക് നീ ചോടാ. നീ ഇതുവരെ അവനെ വിട്ടില്ലേ. അബീ തക് എന്ന് പറഞ്ഞാൽ ഇതുവരെ. നെഹീം ചോടാ വിട്ടിട്ടില്ലേ, അവനെ വിട്ടിട്ടില്ലേ. അവനോട് ഇപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്താ വിടാത്തതെന്ന്. അമ്മേ 450 രൂപയ്ക്ക് കെറ്റിലും ചായപ്പൊടിയും കിട്ടുക. അപ്പൊ അവൾക്ക് ഇതൊരു നല്ല ഓഫറായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവൾ സംസാരിക്കുന്നത്. അമ്മേ എന്നാണ് അമ്മയെ വിളിക്കുകയാണ്. 450 രൂപയമേ, 450 രൂപയ്ക്ക് പറയുന്നതാണ്. 450 രൂപയമേ കേറ്റ്ലി ഓർ ചായ പൗഡർ മിൽ ജായേഗ. കെറ്റിലിയും ചായപ്പൊടിയും കിട്ടും. നല്ല ഓഫറായിട്ട് അവൾക്ക് തോന്നുന്നുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. 450 രൂപ എന്ന് പറഞ്ഞാല് 450 രൂപ. 400 എന്ന് പറഞ്ഞാല് 400, 450 450. നമുക്കിത് വാങ്ങാമല്ലേ. ക്യാ ഹം ഇസെ ഖരീദേ. അപ്പം വാങ്ങിക്കുന്നവരെ എത്തിച്ചു, അവനും എത്തിച്ചു അവളും എത്തിച്ചു. ഓക്കെ, ക്യാ ഹം ഇസെ ഖരീദേ. നമുക്കിത് വാങ്ങാം അല്ലെ അമ്മ. അമ്മയുടെ അഭിപ്രായം ചോദിക്കുക. ക്യാ ഹം ഇസെ ഖരീദേ. നമുക്ക് ഇത് വാങ്ങിയാലോ അമ്മേ. വാങ്ങി അവനെ പറഞ്ഞു വിടുക. അമ്മ വിചാരിച്ച എങ്ങനെയാലും ഇനി വാങ്ങട്ടെ, ഇത്രയും നേരമായില്ലേ. ഇസെ ഖരീദോ और उसे छोड़ दो. ഇസെ ഖരീദോ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് വാങ്ങിക്കോ, അവർ ഉസെ ചോടു, എന്നിട്ട് അവനെ അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ വേഗം വാങ്ങി അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ. അവൻ വീട്ടിലിങ്ങനെ ഒരു അപരിചിതൻ വീട്ടിൽ കുറെ നേരം ചെലവഴിക്കുമ്പോൾ നമുക്ക് പേടിയല്ല. ഇപ്പോൾ വരുന്ന ആൾക്കാരെയൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. സാധനം വിൽക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കും. അത് ആ ഒരു ടെൻഷനൊക്കെ അമ്മയുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഇസെ ഖരീദോ और उसे छोड़ दो. എന്നിട്ട് ആ ഗേറ്റ് അവിടെ കുറച്ചു നേരത്തേക്ക് പൂട്ടിയിടും. फिर उस गेट को कुछ देर के लिए ताला लगा दो. उस गेट को, ആ ഗേറ്റിന് कुछ देर के लिए കുറച്ചു നേരത്തേക്ക് താല ലഗാദോ. താല ലഗാദോ എന്ന് പറഞ്ഞാൽ പൂട്ടിടാൻ. കാരണം ആരും വന്ന് ശല്യം ചെയ്യാതിരിക്കാനാ. പണം ഗൂഗിൾ പേ ചെയ്താൽ മതിയോ. അപ്പൊ ചെക്കനോട് ചോദിക്കുക, ഇതിന് പൈസ കൊടുക്കണ്ടേ. ജി പേ കർണേ സെ ചലേഗാ ക്യാ. ജി പേ കർണേ സെ ചലേഗാ ക്യാ എന്ന് വെച്ചാൽ എന്താ. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ, ജി പേ ചെയ്താൽ മതിയോ. ജി പേ കർണേ സെ ചലേഗാ ക്യാ, അങ്ങനെ മതിയോ, അത് ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചലേഗ ക്യാന്ന് ചോദിക്കുക. ഇത് ചെയ്താൽ മതിയോ. ഏ കർണേസെ ചലേഗ അങ്ങനെ ചോദിക്കുക കേട്ടോ. ചേച്ചി ബുക്കിൽ ഒന്ന് ഒപ്പിടാമോ, മൊബൈൽ നമ്പറും എഴുതണേ. പിന്നെ അവൻ പറയാണ്, ദീദി ക്യാ ആപ്പ് കിതാബ് പർ ഹസ്താക്ഷർ കർ സക്തി ഹേ. ക്യാ ആപ്പ് താങ്കൾ കിതാബ് പർ പുസ്തകത്തിൽ ഹസ്താക്ഷർ എന്ന് പറയുന്നത് എന്താ, സിഗ്നേച്ചറിനാണ്. കർ സക്തി ഹേ നിങ്ങൾക്കൊരു ഒപ്പിടാൻ പറ്റുമോ. കിതാബ് പർ ഹസ്താക്ഷർ കർ സക്തി. കിതാബ് മേ എന്നും പറയട്ടോ. അതില് കിതാബ് പർ എന്ന് പറഞ്ഞാലും കിതാബ് മേ എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെ. ദീദി ക്യാ ആപ്പ് കിതാബ് പർ ഹസ്താക്ഷർ കർ സക്തി ഹെ. നിങ്ങൾക്ക് ഒപ്പിടാൻ പറ്റുമോ. മൊബൈൽ നമ്പർ ബി ലിഖേ. മൊബൈൽ നമ്പറും കൂടി എഴുതണേ. അതെന്തിനാ, വയ്ക്കോ. അപ്പൊ ചേച്ചി ചോദിക്കാം, ദീദി ചോദിക്കാണ്, വയ്ക്കോ അതെന്തിനാ, എന്തിനാ എന്റെ പേരും ഒപ്പോ എന്തിനാന്ന് സാധാരണ നമ്മൾ ചോദിക്കൂല്ലേ ഇതൊക്കെ.
അത് കമ്പനിയുടെ പോളിസിയാ. വോ കമ്പനിക്ക് നീതി ഹെ. നീതി എന്ന് പറഞ്ഞാൽ പോളിസി. ഓക്കെ, ഇത് കമ്പനിയുടെ പോളിസി. ആരാണ് സാധനം വാങ്ങിച്ചാൽ അവരുടെ പേരും മൊബൈൽ നമ്പറൊക്കെ എഴുതുക. അവർക്ക് ഇന്ന ഏരിയയിൽ ഇത്ര സാധനങ്ങൾ വിറ്റഴിഞ്ഞു അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ലൊക്കാലിറ്റിയിൽ ഇന്ന സാധനം കൊണ്ടുപോയാൽ ചിലവാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കാണിക്കാനോ, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് സർവേ ഒക്കെ നടത്തുമ്പം അതിന് ഉപകരിക്കണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. അത് കമ്പനിയുടെ പോളിസിയാ. വോ കമ്പനിക്ക് നീതി ഹെ. എനിക്കതിന് പോയിന്റ് കിട്ടും. മുജെ ഇസ്കേല് അങ്ക് മിൽത്തെ ഹെ. അങ്ക് എന്ന് പറഞ്ഞാൽ പോയിന്റ്. ചില ബോയ്സ് ഒക്കെ പറയില്ല നമ്മളോട് ഒരു ഫോട്ടോ എടുത്തോട്ട് ചേച്ചി, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുമോ, 5 സ്റ്റാർ കൊടുക്കുമോ, 3 സ്റ്റാർ കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അതെന്തിനാ? അവർക്കതിന് പോയിന്റ് ഉണ്ട്. മുജെ ഇസ്കേല് അങ്ക് മിൽത്തെ ഹെ. എനിക്കിതിന് പോയിന്റ് കിട്ടും. വീഡിയോ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് കരുതുന്നു. ശരി, നിനക്ക് വെള്ളം കുടിക്കണോ? ടീക്ക്. ക്യാ തും പാനി പിയോഗെ ക്യാ? ക്യാ തും നീ പാനി പിയോഗെ ക്യാ? വെള്ളം കുടിക്കുമോ? അല്ലെങ്കിൽ വെള്ളം കുടിക്കണോ? നിനക്ക് വെള്ളം കുടിക്കണോ? ശരി. ടീക്ക് എന്ന് പറഞ്ഞാൽ ശരി. ശരി, ഇത് പറഞ്ഞതൊക്കെ അവൾ ചെയ്യാൻ തയ്യാറാ. മൊബൈൽ നമ്പർ എഴുതി കൊടുക്കാം, പേര് എഴുതി കൊടുക്കാം, എല്ലാം ചെയ്യാം. ക്യാ തും പാനി പിയോഗെ അവസാനം ചോദിക്കാം, നിനക്ക് വെള്ളം കുടിക്കണോ അല്ലേ? അതേ ചേച്ചി വേണം. ഹാ ദീദി ചായേ. ഇപ്പം അവനും കംഫർട്ടബിൾ ആയി. ദീദിയായിട്ട് കുറച്ച് അടുപ്പത്തിലായി വർത്താനം പറഞ്ഞു. സാധനം ഒരെണ്ണം വിറ്റഴിഞ്ഞു. അവൻ പറഞ്ഞു ഓക്കെ, അവളും അനുസരിച്ചു. അപ്പം അവന് വെള്ളം ചോദിക്കാനുള്ള ഒരു ധൈര്യം വന്നു. ഹാ ദീദി ചായേ, ചേച്ചി വേണമെന്ന്. ആദ്യമൊക്കെ വെള്ളം ചോദിച്ചാൽ അവർക്ക് അതും ഒരു ഇതായിരിക്കും, മടുപ്പായിരിക്കും അങ്ങനെ അല്ലേ. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് ചോദിച്ചപ്പം ചായേ എന്ന് പറയും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു.